സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് ചികിത്സിക്കാൻ പറഞ്ഞു. നമ്മളോട് മരുന്നുകൊണ്ട് ചികിത്സിക്കാൻ വേണ്ടി പറഞ്ഞു, തേന് കൊണ്ട് ചികിത്സിക്കാൻ പറഞ്ഞു, സൈത്തൂനിന്റെ എണ്ണ കൊണ്ട് ചികിത്സിക്കാൻ പറഞ്ഞു, ഹബ്ബത്തു സൗദ എന്ന് പറയുന്ന കരിഞ്ജീരകം കൊണ്ട് ചികിത്സിക്കാൻ പറഞ്ഞു, ഹിജാമ ചെയ്യണമെന്ന് പറഞ്ഞു, കൊമ്പ് വെക്കണമെന്ന് പറഞ്ഞു. ശരീരത്തിലെ മോശപ്പെട്ട രക്തം എടുക്കുന്ന കൊമ്പ് വെക്കുന്ന ചികിത്സാരീതി ഹിജാമ എന്ന അറബിയിൽ പറയുന്നത്. ഇതെല്ലാം രോഗങ്ങൾക്ക് ചികിത്സയുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാവീണ്യമുള്ള ഡോക്ടർമാർ അങ്ങനെയാണ് മുസ്ലിം ലോകത്ത് വളർന്നു വന്നത്. ഗാലനുണ്ട്, ഗ്രീക്ക് ഡോക്ടറായിരുന്ന ഗാലൻ. അദ്ദേഹം മുസ്ലിമല്ല. രോഗിയായി കിടന്നപ്പോ അദ്ദേഹം തന്നെ മനസ്സിലാക്കി തരുന്നൊരു വചനം നമ്മൾ പറയുന്നത്, മരുന്നുകൾ എത്രയോ ഉപയോഗിച്ചാലും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ എത്രയോ പ്രാവീണ്യമുള്ള ഡോക്ടർ എഴുതി തന്നാൽ തന്നെയും രോഗം ശിഫയാക്കാൻ ആകാശലോകത്ത് നിന്ന് തീരുമാനമില്ലെങ്കിൽ ഒരു രോഗവും മാറില്ല. രോഗം മാറ്റിത്തരുന്നത് അല്ലാഹുവാണ്. ഡോക്ടർ അതിന്റെ സബബാണ്. അല്ലാഹു മുസബ്ബിബുൽ അസ്ബാബാണ്. എന്നാൽ സബബുകൾ ഉണ്ടാകുമ്പോൾ അല്ലാഹു അതിന്റെ മുസബ്ബബ് ചെയ്യണമെന്നുണ്ടോ? നിർബന്ധമില്ല. കാരണങ്ങൾ നമ്മൾ ചെയ്യാം. ഒരേ രോഗമുള്ള രണ്ടാളുകൾ, രണ്ടുപേർക്ക് മരുന്ന് കൊടുത്തു. ഒരാൾക്ക് രോഗം ശിഫയാകുന്നു, മറ്റേയാൾക്ക് ശിഫയാകുന്നില്ല. എന്താണ് ഇവിടെ നടക്കുന്നത്? അല്ലാഹുവിന്റെ ഖളാഇൽ ഒരാൾക്ക് ശിഫയുണ്ട്, മറ്റേയാൾക്ക് ശിഫയില്ല. ഇത് മനസ്സിലാകുന്നു നമ്മൾ. ഇത് നമ്മൾ തിരിച്ചറിയണം. ഗാലൻ എന്ന് പറയുന്ന, ജാലിനൂസ് എന്ന അറബിയിൽ പറയുന്ന ഗ്രീക്കുകാരനായ ഡോക്ടർ, അദ്ദേഹം രോഗിയായി കിടന്നപ്പോ പ്രഗത്ഭനായ ഡോക്ടറാണ് അദ്ദേഹം. ഒന്ന് എൻസൈക്ലോപീഡിയ ഒന്ന് എടുത്ത് നോക്കിയാൽ, വിക്കിപീഡിയ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഗാലൻ ദ ഗ്രീക്ക് ഡോക്ടർ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. അദ്ദേഹത്തിന്റെ മെഡിസിനിൽ ചെയ്ത സേവനങ്ങൾ വലുതാണ്. രോഗിയായി കിടന്നപ്പോ അദ്ദേഹം തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് ചികിത്സ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ, ഈ രോഗം ആകാശ ലോകത്ത് നിന്ന് വരുന്നതാണെങ്കിൽ ഭൂമിയിലെ മരുന്നുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ, ഉടമസ്ഥനായ രക്ഷിതാവ് സ്രഷ്ടാവായ അല്ലാഹു മനുഷ്യ ശരീരം പടച്ചു തന്ന അല്ലാഹു, അവനാണ് രോഗം തന്നതെങ്കിൽ അവനിത് മാറ്റണം എന്ന് തീരുമാനമില്ലെങ്കിൽ ഒരു മരുന്ന് കുടിച്ചിട്ടും കാര്യമില്ല. വഇദാ നസല ഖളാഉർ റബ്ബി ബതല ഹദറുൽ മർബൂബ്. ഉടമസ്ഥനായ റബ്ബിന്റെ തീരുമാനവും ഖളാഉം ഇറങ്ങി വന്നാൽ അടിമകളായ നമ്മുടെ പേടിക്ക് പിന്നെ അവിടെ സ്ഥാനമില്ല. പേടിച്ചിട്ട് കാര്യമില്ല, ഒതുങ്ങിക്കൊടുക്കുക തന്നെ. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കണം. രോഗി ചികിത്സ എന്നത് ഇസ്ലാമിക ലോകത്ത് വളരെ മനോഹരമായി നിലനിന്നിരുന്ന വലിയ സ്ഥാനമുണ്ടായിരുന്ന അവസ്ഥയുണ്ട്. ഇറാഖിലും ബഗ്ദാദിലും ഡമസ്കസിലും കൈറോ നഗരങ്ങളിലും ഉണ്ടായിരുന്ന ഡോക്ടർമാർ പഴയ കാലങ്ങളിൽ യൂറോപ്പിലോ അമേരിക്കയിലോ പോലും ഉണ്ടായില്ല. കുരിശീച്ച കാലത്ത് ഡോക്ടർ അവിടുത്തെ യൂറോപ്പുകാരായ ആളുകൾ എഴുതിയ പുസ്തകങ്ങളിൽ കുരിശീദ്ധം സാക്ഷിയാവാൻ വേണ്ടി വന്നവർ പുസ്തകം എഴുതിയപ്പോ അവര് പറഞ്ഞു, ബഗ്ദാദിനോളം, ഷാമിനോളം, കൈറോയോളം, ഇസ്ലാമിക നഗരങ്ങളോളം ശുദ്ധിയുള്ള, സുരക്ഷിതത്വമുള്ള, ശുചിത്വമുള്ള, വൃത്തിയുള്ള നഗരങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല. അവിടെയുണ്ടായിരുന്ന ആളുകൾക്ക് മാറാവ്യാധികൾ ഉണ്ടാകുമായിരുന്നില്ല. എന്തുകൊണ്ട്? ഇസ്ലാം അവരതാണ് പഠിപ്പിച്ചത്. മാറാവ്യാധികൾ മുസ്ലിം സമൂഹങ്ങളിൽ ഉണ്ടായിരുന്നില്ലെന്നാണ്. എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് ഇസ്ലാമിന്റെ ചില നിർദ്ദേശങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ ചർച്ച പോകേണ്ടതുണ്ട്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.